ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞ് 3 പതിറ്റാണ്ട് മുമ്പ് വരെ ഉപയോഗിച്ചിരുന്ന പഴയൊരു വിമാനത്താവളം ഇന്ത്യ പൊടി തട്ടിയെടുക്കുകയാണ്. ബംഗ്ലാദേശിനോട് അതിർത്തി പങ്കിടുന്ന ത്രിപുരയിലുള്ള കൈലാഷ്ഹർ വിമാനത്താവളമാണ് ഇന്ത്യ വീണ്ടും സജ്ജമാക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾക്ക് പറന്നിറങ്ങാനും ഇന്ധനം നിറയ്ക്കാനും ഒപ്പം ബംഗ്ലാദേശിനെ നിരീക്ഷിക്കാനും ഇന്ത്യയ്ക്ക് ഒരു കണ്ണായി ഈ വിമാനത്താവളം മാറും. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സിലിഗുരി ഇടനാഴിയോട് വെറും 20 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലാൽമോണിർഹാട്ട് വിമാനത്താവളം ചൈനയുടെ സഹായത്തോടെ ബംഗ്ലാദേശ് പുതുക്കിപ്പണിയുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഈ മിന്നൽ നീക്കം. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഉപയോഗിച്ച വിമാനത്താവളമാണ് കൈലാഷ്ഹർ. പാകിസ്ഥാന്റെ അതിക്രമങ്ങളെ എതിർത്ത് സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ബംഗ്ലാദേശിലെ മുക്തിബാഹിനി എന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് സഹായങ്ങൾ എത്തിയത് ഈ വിമാനത്താവളത്തിൽ നിന്നാണ്. ഈ വിമാനത്താവളത്തിന്റെ പുനർജീവനവുമായി ബന്ധപ്പെട്ട് 26-ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉന്നതതല സംഘം സ്ഥലം പരിശോധിച്ചിരുന്നു. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. വിമാനത്താവളത്തിന്റെ വികസനം ബംഗ്ലാദേശിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ബംഗ്ലാദേശിലെ ലാൽമോണിർഹാട്ട് വിമാനത്താവളം ചൈനയുടെ സഹായത്തോടെ പുതുക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ ഇന്ത്യയെ ആശങ്കപ്പെടുത്തിയത് കുറച്ചൊന്നുമല്ല. ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് കുറച്ചുനാൾ മുമ്പ് ചൈനയിൽ ഒരു സന്ദർശനം നടത്തി. ഇതിനു പിന്നാലെ ചൈനീസ് ഉദ്യോഗസ്ഥ സംഘം ബംഗ്ലാദേശിലും എത്തി. ഈ നീക്കങ്ങളെ ഇന്ത്യ വളരെ കരുതലോടെയാണ് കണ്ടത്. ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ വന്ന ഇടക്കാല സർക്കാരിന് ഇന്ത്യക്കാൾ മമത ചൈനയോടാണ്. ഇത് കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇതിനിടെയാണ് ലാൽമോണിർഹാട്ട് വിമാനത്താവളം വിഷയമാകുന്നത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സിലിഗുരി ഇടനാഴിയോട് 20 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ലാൽമോണിർഹാട്ട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്തിന് ശേഷം അധികം ഉപയോഗമില്ലാതെ കിടന്ന ഈ വിമാനത്താവളത്തിൽ ചൈന ഇടപെടുകയാണ് എങ്കിൽ ഇന്ത്യയെ നിരീക്ഷിക്കാൻ അവർക്ക് അതൊരു വാതിൽ കൂടിയാകും എന്നതിന് സംശയമില്ല. ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴിയെ സുരക്ഷിതമാക്കാനും ബംഗ്ലാദേശിന് മുന്നറിയിപ്പുമായി 3 പതിറ്റാണ്ട് മുമ്പ് വരെ ഉപയോഗിച്ചിരുന്ന പഴയൊരു വിമാനത്താവളം പൊടി തട്ടിയെടുക്കാൻ അങ്ങനെയാണ് ഇന്ത്യ തീരുമാനിച്ചത്. ബംഗ്ലാദേശിനോട് അതിർത്തി പങ്കിടുന്ന ത്രിപുരയിലുള്ള കൈലാഷ്ഹർ വിമാനത്താവളമാണ് വീണ്ടും സജ്ജമാക്കാൻ പോകുന്നത്. ഈ വിമാനത്താവളം പ്രവർത്തനം സജ്ജമായ ത്രിപുരയിൽ ഒരു വിമാനത്താവളം കൂടി പ്രവർത്തിക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് എത്തും. നിലവിൽ അഗർത്തലയിൽ മാത്രമേ ഉള്ളൂ വിമാനത്താവളം. സജ്ജമായാൽ അത് സമീപ സംസ്ഥാനങ്ങൾക്കും പ്രയോജനം ചെയ്യും. മാത്രമല്ല, ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾക്ക് പറന്നിറങ്ങാനും ഇന്ധനം നിറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാനാകും. കൂടാതെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഒരു കണ്ണ് അധികമായി ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യും. ബംഗ്ലാദേശിന്റെ വടക്കൻ അതിർത്തിക്ക് സമീപത്താണ് ബംഗ്ലാദേശ് വ്യോമസേനയുടെ നിയന്ത്രണത്തിലുള്ള ലാൽമോണിർഹാട്ട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട 4 വടക്കൻ ജില്ലകളിൽ ഒന്നാണ് ലാൽമോണിർഹാട്ട്. 1931 സൈനിക വ്യോമത്താവളമായാണ് ഇത് പണി കഴിപ്പിച്ചത്. 1939 മുതൽ 1945 വരെ നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബർമയിലെയും ദക്ഷിണേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി സഖ്യകക്ഷികൾ ഈ വ്യോമതാവളത്തെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ വിമാനത്താവളം പ്രവർത്തനരഹിതമാവുകയായിരുന്നു. ബംഗാൾ വ്യോമസേനയുടെ നിയന്ത്രണത്തിലായിരുന്ന ഇത് പിന്നീട് ബംഗ്ലാദേശ് എയ്റോസ്പേസ് ആൻഡ് ഏവിയേഷൻ യൂണിവേഴ്സിറ്റിക്ക് ക്യാമ്പസായി ഉപയോഗപ്പെടുത്താൻ കൈമാറുകയായിരുന്നു. 1166 ഏക്കറിലായാണ് വ്യോമതാവളം ഉള്ളത്. 4 കിലോമീറ്ററാണ് റൺവേ. അതിനാൽ തന്നെ ഒരു കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനത്താവളവുമായിരുന്നു ഇത്. 1958 ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന കാലത്ത് ലാൽമോണിർഹാട്ട് വിമാനത്താവളത്തിൽ നിന്ന് വിമാന സർവീസ് നടത്താനുള്ള ശ്രമങ്ങൾ പാക് സിവിൽ ഏവിയേഷൻ വകുപ്പ് ശ്രമിച്ചിരുന്നു. എന്നാൽ സമീപ രാജ്യങ്ങളുടെ ഉദാസീനതയും താൽപര്യക്കുറവും മൂലം സർവീസ് ആരംഭിച്ച വെറും ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ അത് അവസാനിപ്പിച്ചു. 1971 ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ലാൽമോണിർഹാട്ട് വിമാനത്താവളത്തെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മാറ്റാൻ ബംഗ്ലാദേശ് വ്യോമസേന തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അതും പ്രാവർത്തികമായില്ല. പിന്നീട് ബംഗ്ലാദേശ് സർക്കാർ ലാൽമോണിർഹാട്ടിന് പകരം സൈന്യത്തിന്റെ ആസ്ഥാനമായും BAFന്റെ ആസ്ഥാനമായും ധാക്കയിലെ കുർമിറ്റോള കന്റോൺമെന്റിനെ തിരഞ്ഞെടുത്തു. അതേസമയം തങ്ങളുടെ അതിർത്തിക്ക് സമീപത്ത് മറ്റൊരു രാജ്യം വ്യോമ ആസ്ഥാനം നിർമ്മിക്കുന്നതിൽ ഇന്ത്യ ശക്തമായ എതിർപ്പ് ഉയർത്തിയിരുന്നു. തുടർന്ന് ബംഗ്ലാദേശ് ഈ നീക്കം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഇന്തോ ബംഗ്ലാദേശ് അതിർത്തിയുമായുള്ള സാമീപ്യം കാരണം ലാൽമോണിർഹാട്ടിൽ വിമാനങ്ങൾ ഇറങ്ങുകയും ഉയരുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ വ്യോമാതിർത്തി നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുമെന്നതും ഇന്ത്യക്ക് സ്വീകാര്യമായിരുന്നില്ല. ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടേത് മാത്രമായിരുന്നില്ല ആശങ്ക. ഉപഭൂഖണ്ഡത്തിൽ തന്നെ ലാൽമോണിർഹാട്ടിന് തന്ത്രപ്രധാനമായ സ്ഥാനമുണ്ടായിരുന്നു. അതിനാൽ ഭൗമശാസ്ത്രപരമായി ലാൽമോണിർഹാട്ടിന്റെ സ്ഥാനം ഈ മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും സുരക്ഷാ കാര്യത്തിൽ അലോസരപ്പെടുത്തിയിരുന്നു. ഈ വിമാനത്താവളത്തിനെയാണ് ഇപ്പോൾ ചൈനയുടെ സഹായത്തോടെ ബംഗ്ലാദേശ് നവീകരിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും അത് സമ്മതിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ അടുത്ത നീക്കം എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.